ശങ്കളങ്ങോട്ടും നോക്കിയാണ് ഈ ചെങ്ങായിൻ്റെ പോക്കറ്റിലെ ഇന്ത്യക്കാരനാണ് ഒരു പാമ്പിൻ്റെ നടക്കാൻ പോകും. ഏതോ ഒരു ലഹരിൻ്റെ തമ്മിൽ ഇവൻ ഇവിടുന്ന് ചായ അടിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടുന്ന് ഒരാൾക്ക് സാധനം എടുത്ത് കാണിച്ചു കൊടുത്ത് അങ്ങനെ പിന്നെ ഇവൻ പോക്കറ്റിട്ട് നടക്കുകയാണ്. 2-3 കൊത്താൻ കൊത്തിയിട്ടുണ്ട്. ഈശ്വരിട്ടാണ് അത് കൊണ്ടെടുക്കുന്നത്. ഇവന് എവിടുന്ന് കിട്ടിയതാന്നുള്ളൊരു പിടുത്തമില്ല. ആരൊന്ന് പറഞ്ഞിട്ട് കേൾക്കില്ല. ഇവനതാ ഈശലുണ്ട് പക്ഷെ ഈശൊന്നും എടുക്കില്ല. ഇപ്പം നിർബന്ധിച്ച് ഇവൻ്റെ കീശന്ന് എടുക്കാൻ പറയുന്നുണ്ട്. കണ്ടോ, കൊത്തിയതാണ് അവൻ കാണിച്ചു തരുന്നത്. അവൻ്റെ കയ്യിൽ നിന്ന് 2-3 കൊത്ത് കീശ കൈയിട്ട തന്നെ കൊത്തിയിട്ടുണ്ട്. എവിടുന്ന് ഇതിന് കിട്ടിയത് അറിയില്ല. അണലി എന്തൊരു സാധനമാണ് സംഭവം. എന്നിട്ടിപ്പോൾ എടുത്ത് കാണിക്കണ്ടതിനെ ആ സാധനം നോക്കിക്കോട്ടെ. പോക്കറ്റിൽ നിന്നുണ്ടോ 2 കൊത്തിട്ട് 2-3 കൊത്തന്നെ കൊത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇവ കീശയിലിട്ട് കൊണ്ടെടുക്കുകയാണ്. ഏതോ ഒരു ലഹരി, കള്ളോ കഞ്ചാവോ ഏതാന്നുള്ള അറിയില്ല. ഏതായാലും ആ കീശന്ന് എടുക്കണുണ്ടോ, കീശയിൽ കൈയിടുന്നുണ്ട്. കൈയിടുമൊക്കെ കൊത്തിൻ്റെ സാധനമായി. ഇപ്പൊ കീശന്ന് ആ സാധനം എടുക്കണം. അത് നോക്കിയാണ് അതുണ്ടോ. ഇപ്പൊ ആളുകളൊക്കെ പറഞ്ഞപ്പോ അതിന് ചെറിയൊരു പേടി കുടിക്കുന്നു. ഇതുവരെ ഒരു പേടിയാനില്ലേ. ഇപ്പൊ ഏതായാലും അതിന് ചെറിയൊരു പേണ്ടാവും. കൈ കാണിച്ചു കൊടുക്കണ ചെറിയൊരു പേടി തന്നെ കുടുങ്ങിയിട്ടുണ്ട് ഇപ്പൊ എല്ലാവരും പറഞ്ഞപ്പോ. എന്നിട്ട് പിന്നെ അടുക്ക് തന്നെയാണ് കണ്ടില്ലേ പിടിക്കണത്. ആ സാധനം ചത്തിട്ടില്ല. ഏതായാലും ഇവൻ അവിടുന്ന് ആളുകളൊക്കെ കൂടിയിട്ട് പിന്നെ അതൊരു കവറിലാക്കി, ഈശാന്ന് എടുത്തിട്ടൊരു കവറിലാക്കിയാണ്ട് ഹോസ്പിറ്റലിൽ കിട്ടണോ. അതിൽ ക്ലിനിക്കിൽ കാണിച്ചപ്പോൾ അവർ എന്തായി പിന്നെ അവർ മഞ്ചേരിക്ക് അവനെ റെഫർ ചെയ്തു. ഇനിയിപ്പോൾ എന്തായെന്നുള്ള അറിയില്ല. അതായി ക്ലിനിക്കിൽ കാണിച്ചപ്പോൾ തന്നെ അവൻ്റെ ബോധമൊക്കെ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ബോധമൊന്നുമില്ല. അങ്ങനെ ആംബുലൻസിൽ അവനെ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയത്. കൂടുതൽ വിവരങ്ങൾ എന്തായി എന്നുള്ളത് അറിയില്ല. വേദന ഉണ്ട് ഇപ്പളാ കടച്ചിലുണ്ട്. എങ്ങനെ ഇനി കണ്ടേ ഇനി ചെയ്യുന്നതാണ്. ശങ്ക